വരുണിന്റെ ഫോണിന്റെ റിംഗ് അല്ല കേട്ടത്. പറയും മാഡം, വരുൺ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി എവിടെയെങ്കിലും മറന്നിരിക്കുകയാണോ? എന്താ കേട്ടൂന്ന്? ഒരു റിംഗ് കേട്ടാ പോലും എനിക്ക് മനസ്സിലാവും. ശ്യാമമ്മയുടെ സങ്കടത്തിലായിരിക്കും അല്ലേ? അക്കാര്യത്തിൽ എന്താ സംശയം? അമ്മയും മോളും ഒന്നിച്ച് പാടി. അതിന്റെ സന്തോഷം തീരുന്നതിന് മുമ്പേ മോളുടെ മറുപടിയും കേട്ടു. വരുൺ, എന്റെ പ്രതീക്ഷകളൊക്കെ പാളിപ്പോവാ. ഹലോ, ഇപ്പൊ എന്തായാലും ആ ടെൻഷൻ നമ്മൾ എടുക്കുന്നില്ല. വരുൺ, രാധിക പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ 1-2 ചാനലിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗായിക ശ്യാമ ലൈവായി സംസാരിക്കുന്നു കേട്ട ഏത് ചാനലും അവരുടെ പ്രൈം ടൈം അതിനു വേണ്ടി നീക്കിവെക്കും. നമ്മുടെ C5ആയിട്ടൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഗായിക ശ്യാമ ഇന്ന് രാത്രി CTV ലൈവ് ഉണ്ട്. ഇതുവരെ ആർക്കും അറിയാതിരുന്ന ഗായിക ശ്യാമയുടെ കഥ പറയാൻ. ഇപ്പോ താൻ ശ്യാമയുടെ മകളാണെന്നുള്ള വിശ്വാസത്തിനും അവിശ്വാസത്തിനിടയില രാധിക. പക്ഷെ ചെറിയമ്മ തന്റെ ആത്മകഥയെല്ലാം പറഞ്ഞു കഴിയുമ്പോ അവൾക്ക് വ്യക്തമായി ബോധ്യപ്പെടാൻ തന്നെയാ ആ മകള് താനാണെന്ന വിശ്വാസം അവൾക്ക് വരണം. അപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവും. ഇതൊരു ഗ്രേറ്റ് ഐഡിയ ആണ് മാഡം. ഇക്കാര്യത്തിൽ ഇനി ഈ സംശയിക്കൊന്നും വേണ്ടെന്നേ. ആരതി വർമ്മയുടെ ബുദ്ധി നമ്മൾ പല ഘട്ടത്തിലും കണ്ടതല്ലേ. മാഡം, മാഡം ധൈര്യമായിട്ടിരിക്കുക. രാധിക മാഡത്തിനെ തേടി വന്നിരിക്കും. അയ്യോ, രാധിക വരുന്നു. അതെ, എന്നെ ഇപ്പൊ രാധി കണ്ട പ്രശ്നം നമ്മളെല്ലാരും ചേർന്നുള്ള ഒരു പ്രാണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. നമ്മൾ കരുതുന്ന ഒരു ലൈനിലേക്ക് അയാൾ ചിലപ്പോൾ എത്തില്ല. അത് ശരിയാ. വരുൺ കിച്ചണിലേക്ക് നിന്നോ? ആ, എന്താ പോളെ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഫിദ മാഡത്തിനോട്. ശ്യാമ മാഡത്തിന്റെ ജീവിതകഥ മാഡത്തിനറിയോ? അറിയാമെങ്കിൽ എനിക്കും അതറിയാൻ താല്പര്യമുണ്ട്. ഇതായിരുന്നു കാര്യം. അത് ശ്യാമ തന്നെ പറഞ്ഞു കേട്ടാ മതിയോ മൂക്ക്? ശ്യാമ മാഡം പറയോ? അതെ, ശ്യാമ മേഡത്തിന്റെ കഥ എന്താണെന്ന് ശ്യാമ മേഡം തന്നെ പറയും. ഇന്ന് രാത്രി C5 ശ്യാമ മേഡത്തിന്റെ ഇന്റർവ്യൂ ലൈവ് ടെലികാസ്റ്റ് ഉണ്ട്. കുറച്ചു മുമ്പ് ശ്യാമ മേഡം ഫിദയെ വിളിച്ച് പറഞ്ഞതാ. അപ്പൊ മോൾക്കും കേൾക്കാലോ. കേൾക്കണം. ഞാൻ തേടുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അതിൽ ഉത്തരം ഉണ്ടാവും. അല്ല മാഡം? ഉണ്ടാവും. ഇനിയൊന്നും മറച്ചു വെക്കാനില്ല. എന്ന് ശ്യാമ പറഞ്ഞു. ഞാൻ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് പോവായിരുന്നു. അപ്പോഴൊരു പരിചയക്കാരൻ പറഞ്ഞത് വരുണിന്റെ വണ്ടി ഇവിടെ പുറത്ത് കിടക്കുന്ന കണ്ടുവന്ന്. വരുൺ ഇങ്ങോട്ട് വന്നിരുന്നോ? ഇല്ലല്ലോ മോളെ. പിന്നെ വണ്ടി പുറത്ത് കിടക്കുന്ന എങ്ങനെയാ?
വരുണിന്റെ ഫോണിന്റെ റിംഗ് അല്ല കേട്ടത്. പറയും മാഡം, വരുൺ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി എവിടെയെങ്കിലും മറന്നിരിക്കുകയാണോ? എന്ത് കേട്ടൂന്ന്? ഒരു റിംഗ് കേട്ടാൽ പോലും എനിക്ക് മനസ്സിലാവും. എന്റെ മോളെ, അത് പുറകിലെ പറമ്പിൽ ഒരുപാട് പണിക്കാർ ജോലിക്ക് നിൽക്കുന്നുണ്ട്. അവരുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം വല്ലതും കേട്ടതായിരിക്കും. നേരത്തെ ബെല്ലടിച്ചതാ, ഇപ്പൊ സ്വിച്ച് ഓഫ് ആയി. എന്നാലും ഞാനൊന്ന് നോക്കട്ടെ. ചിലപ്പോ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ എല്ലാരും ഞെട്ടിച്ചു കളയും. വരേണ്ട കാര്യമായതുകൊണ്ട് നമുക്ക് പറയാനും പറ്റില്ലേ. ഇവിടെ എങ്ങും ആരുമില്ല. ആ ശബ്ദം എവിടെ നിന്നായിരിക്കും കേട്ടത്? മാഡം, ഞാൻ ഇറങ്ങട്ടെ. ശ്യാമ മേഡത്തിന്റെ പ്രോഗ്രാം കാണുന്നുണ്ടോ? അത് കാണാതിരിക്കോ? ഉറപ്പായിട്ടും ഞാൻ കാണും. എന്നിട്ട് വേണം എനിക്ക് ചിലതൊക്കെ തീരുമാനിക്കാൻ. ശരിയെന്നാ. പെട്ടുപോയെന്നാ ഞാൻ കരുതിയത്. വരണിനെ അവളെങ്ങാൻ കണ്ടിരുന്നെങ്കിൽ കാര്യങ്ങൾ ആകെ കുഴപ്പമായേനെ.